ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളൻകിഴങ്ങ് കറിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് രാവിലെ ധൃതിയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാത്രിയിലെ ഡിന്നറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇത് അധികം വഴറ്റലും പിടിക്കലും അങ്ങനെ ഒന്നുമില്ല, വലിയ ഡെക്കറേഷനൊന്നുമില്ല. നമുക്ക് സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളൻകിഴങ്ങ് കറി വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിപ്പമുള്ളൊരു ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്റ്റൈലൊന്നും വേണ്ട, ജസ്റ്റ് അരിഞ്ഞ് അത് എടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിലരിഞ്ഞത്, അതും അങ്ങനെ കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല, റഫായിട്ട് അരിഞ്ഞാൽ മതി. ഒരു തക്കാളി മീഡിയം വലിപ്പത്തിലുള്ളത് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് 1 2 ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇനി ഇത് വേകാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ വെന്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അപ്പോൾ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ബാക്കി പൊടി ലാസ്റ്റിൽ ചേർക്കുന്നതും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കുക്കർ അടച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 5 വിസിൽ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിം ആകുമ്പോൾ വേഗം തന്നെ ആവി വന്ന് വെന്ത് വരും. അത് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 5 വിസിലിന് ശേഷം ഞാൻ ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഒരു തവിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്കിതിന് ഫൈനലി ഇതിനെ കടു വറുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കടു വറുക്കാൻ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനൊരു ചീനച്ചട്ടയിലേക്ക് ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. കടുകൊന്ന് പൊട്ടി വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ഉണക്കമുളകും കൂടെ ചേർത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 4-5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നു. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു അവസരത്തിലും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉള്ളിയൊക്കെ വഴറ്റാതെ ചേർത്തിട്ട് ഇതിനെന്തെങ്കിലും രുചി വ്യത്യാസം കുറവുണ്ടാവുമെന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒന്നുണ്ടാക്കി നോക്കി ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര എളുപ്പത്തിൽ ഇത്ര ടേസ്റ്റിയായിട്ട് ഈ കറി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്, ഉരുളൻകിഴങ്ങ് കറി. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ലാസ്റ്റിലൊന്ന് വിതറി കൊടുത്തു. എന്നിട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില അരിഞ്ഞ് ചേർത്തു. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുത്തു. ഈസി പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ കറിയാണ്. ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ, ഇഡ്ഡലിയുടെയും ദോശയുടെ എല്ലാത്തിൻ്റെയും കൂടി ഇത് കഴിക്കാൻ പറ്റും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഉണ്ടാക്കി നോക്കുകയല്ലേ.